ദുരന്ത നിവാരണം മൗലികാവകാശമാക്കണമെന്ന ശശി തരൂർ MP ലോക്സഭയിൽ ദുരന്ത നിവാരണ ഭേദഗതി ബില്ലിൽ ചർച്ച നടക്കുകയാണിപ്പോൾ. വയനാട് ദുരന്തത്തിൽ കേന്ദ്രം കാര്യമായ സഹായം ചെയ്തില്ല എന്ന് ശശി തരൂർ പറഞ്ഞു. അതിതീവ്ര ദുരന്തമായി കാണണമെന്ന ആവശ്യവും പരിഗണിച്ചില്ല. പ്രത്യേക സഹായം നൽകാനും കേന്ദ്രം തയ്യാറായിട്ടില്ല. ഈ നിലപാട് അംഗീകരിക്കാനാകാത്തതാണ് എന്ന് തരൂർ പ്രസംഗിക്കുന്നു. ഇത്തരം ദുരന്തങ്ങളെ നേരിടാൻ പ്രാദേശിക തലത്തിൽ തന്നെ സംവിധാനങ്ങൾ ഉണ്ടാകണമെന്നും തരൂർ ലോക്സഭയിൽ ആവശ്യപ്പെട്ടു. PR സുനിൽ വിവരങ്ങളുമായി. സുനിൽ, ഇപ്പോൾ ദുരന്ത നിവാരണ ബില്ലിന്മേലുള്ള ചർച്ചയാണ്. വയനാട് ഉന്നയിക്കുകയാണ് ശശി തരൂർ. എന്തൊക്കെ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു? സ്മൃതി ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ദുരന്ത നിവാരണ ബില്ലിന്മേലുള്ള ചർച്ച ലോക്സഭയിൽ ആരംഭിച്ചിരിക്കുകയാണ്. ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടാണ് കോൺഗ്രസിന് വേണ്ടി ശശി തരൂർ ഇപ്പോൾ വയനാട് വിഷയം ചൂണ്ടിക്കാണിച്ചത്. വയനാട്ടിലുണ്ടായ ദുരന്തം രാജ്യത്തെ തന്നെ നടുക്കിയ ദുരന്തമാണ്. വലിയ ദുരന്തം ഉണ്ടായിട്ടും ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് കാര്യമായ എന്തെങ്കിലും ഒരു സഹായം ഉണ്ടായില്ല എന്നാണ് ശശി തരൂർ പ്രധാനമായും ചൂണ്ടിക്കാണിച്ചത്. അതിതീവ്ര ദുരന്തങ്ങളുടെ പട്ടികയിൽ വയനാടിനെ ഉൾപ്പെടുത്തണം എന്ന സംസ്ഥാനത്തിൻ്റെ ആവശ്യം കേന്ദ്ര സർക്കാർ പരിഗണിച്ചില്ല. മാത്രമല്ല, വയനാടിന് പ്രത്യേക സഹായം നൽകണം എന്നാവശ്യപ്പെട്ട് നിരവധി കത്തുകൾ കേന്ദ്ര സർക്കാരിന് നൽകിയിരുന്നു. കേന്ദ്ര സർക്കാരിനോട് വയനാട്ടിലെ സാഹചര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് ഒരുപാട് അപേക്ഷകൾ നൽകിയിരുന്നു. പക്ഷേ അപ്പോൾ പോലും കേരളത്തിന് വയനാട്ടിന് എന്തെങ്കിലും ഒരു പ്രത്യേക സഹായം നൽകാനോ പ്രത്യേക പാക്കേജ് പോലെ എന്തെങ്കിലും ഒരു പ്രഖ്യാപനം നടത്താനോ കേന്ദ്ര സർക്കാർ തയ്യാറായില്ല എന്നാണ് ശശി തരൂർ കുറ്റപ്പെടുത്തുന്നത്. മാത്രമല്ല, ഈ ദുരന്തം ഉണ്ടാകുന്നതുമായ സാഹചര്യങ്ങൾ കൃത്യമായി വിലയിരുത്താനും പ്രാദേശിക തലങ്ങളിൽ ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാനും ഒന്നും തന്നെ നിലവിൽ സാഹചര്യങ്ങളില്ല. ദുരന്ത നിവാരണം തന്നെ ദുരന്തമായി മാറുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ രാജ്യത്ത് നിലനിൽക്കുന്നത് എന്ന വിമർശനവും ശശി തരൂർ ചൂണ്ടിക്കാണിച്ചു. ഇപ്പോൾ കൊണ്ടുവരുന്ന ദുരന്ത നിവാരണ ബില്ല് കാര്യമായ എല്ലാ വിഷയങ്ങൾ ഈ ദുരന്ത നിവാരണ മേഖലയിൽ എല്ലാ സാഹചര്യങ്ങളെയും പരിഗണിച്ചുള്ളതല്ല എന്നാണ് ശശി തരൂർ പറയുന്നത്. അതുകൊണ്ട് തന്നെ കാലാവസ്ഥാ വ്യതിയാനം, പ്രകൃതിക്ഷോഭങ്ങൾ, കടൽക്ഷോഭങ്ങൾ, ഈ ഇത്തരം എല്ലാ സാഹചര്യങ്ങളും ഉൾക്കൊണ്ട് ഇതിനെ മൊത്തത്തിൽ സമഗ്രമായി വിലയിരുത്തി പഠിച്ചു വേണം ഈ ദുരന്ത നിവാരണ രംഗത്ത് പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ എന്നാണ് ശശി തരൂർ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. അതായാലും ഈ ബില്ലിന്മേലുള്ള ചർച്ച ഇപ്പോൾ ലോക്സഭയിൽ പുരോഗമിക്കുകയാണ്. ഈ ചർച്ചയ്ക്കിടയിലാണ് വയനാട് വിഷയത്തിൽ ഇപ്പോൾ കേന്ദ്ര സർക്കാരിനെതിരെ ശക്തമായ വിമർശനം ഇപ്പോൾ ശശി തരൂർ ഉന്നയിച്ചിരിക്കുന്നത്. ശരി, കേന്ദ്ര നിലപാട് ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട വയനാടിന് കേന്ദ്ര സഹായം നൽകാത്ത കാര്യത്തിൽ അതിശക്തമായ വിമർശനങ്ങളാണ് ലോക്സഭയിൽ ഇപ്പോൾ ശശി തരൂർ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്.